ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് പടിയിറങ്ങി. രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളോട് ആദ്യകാലം തൊട്ടുള്ള പരിചയവും ഭരണഘടനയിലുള്ള ദീർഘകാല വിശ്വാസവും രൂപപ്പെടുത്തിയ ഒരു ജുഡീഷ്യൽ കരിയറും അവസാനിപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് സ്ഥാനമൊഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഈ കാലയളവിലെ സ്ഥാനക്കയറ്റം എന്നത് ഒരു അപൂർവ നിമിഷമായിരുന്നുവെന്നും അഭിപ്രായങ്ങളുണ്ട്. ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം പട്ടികജാതി സമൂഹത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഗവായ്. ഈ പദവി വഹിക്കുന്ന ആദ്യത്തെ ബുദ്ധമതക്കാരനും കൂടിയാണ് ഇദ്ദേഹം. 2025 മെയ് മുതൽ സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ഇപ്പോൾ സ്ഥാനമൊഴിയുന്നത്. തന്റെ ഭരണകാലത്ത് ഗവായ് നാൽസ ജാഗ്രതാ പദ്ധതി ആരംഭിക്കുകയും സുപ്രീം കോടതിയിൽ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. പൊതുപ്രസംഗങ്ങളിലും സംരംഭങ്ങളിലും കൂടാതെ ഭരണഘടനാ തത്വങ്ങളിൽ വരെയും നീതിയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചും ജുഡീഷ്യൽ കാര്യക്ഷമതയെക്കുറിച്ചും അദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകി സംസാരിച്ചിരുന്നു. അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, തുടർന്ന് ഗവൺമെന്റ് പ്ലീഡർ എന്നീ നിലകളിലും അതേ ബെഞ്ചിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. 2003 ബോംബെ ഹൈക്കോടതിയിൽ നിയമിതനായ അദ്ദേഹം 2005 സ്ഥിരം ജഡ്ജിയായി മാറി. മുംബൈ, നാഗ്പൂർ, ഔറംഗാബാദ്, പനാജി എന്നീ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ കോടതിയുടെ വിവിധ സ്ഥാനങ്ങളിൽ ഗവായ് 16 വർഷം സേവനമനുഷ്ഠിച്ചിരുന്നു. പിന്നീട് കൊളീജിയം അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയുടെയും സത്യസന്ധതയെയും പ്രാതിനിധ്യത്തിന്റെ ആവശ്യകതയെയും അംഗീകരിച്ചതിനെ തുടർന്ന് 2019 അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെട്ടു. 2025 മെയ് 14 ഗവായ് ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹത്തിന്റെ കാലാവധിയിൽ ഭരണരേഖകൾ സൂക്ഷിക്കുന്നതും നശിപ്പിക്കുന്നതും സംബന്ധിച്ച് കോടതി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി. 2025 ജൂലൈ മുതൽ അതിന്റെ പ്രവൃത്തി സമയം വിപുലീകരിക്കുന്നതിനുള്ള ഭേദഗതികളും അറിയിച്ചു. താഴെത്തട്ടിൽ നിയമാവബോധം വ്യാപിപ്പിക്കുന്നതിനായി ബോംബെ ഹൈക്കോടതിയുടെ പുതിയ സർക്യൂട്ട് ബെഞ്ചാണ് നാൽസ ജാഗ്രതാ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓക്സ്ഫോർഡ് യൂണിയനിൽ അദ്ദേഹം ജാതി, ദാരിദ്ര്യം ഒഴിവാക്കൽ എന്നിവയെ നേരിടുന്നതിനുള്ള ഒരു സാമൂഹിക രേഖയായി ഭരണഘടനയെ വിശേഷിപ്പിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ ജഡ്ജിമാരിൽ മാത്രമല്ല, ബാർ, രജിസ്ട്രി, സ്റ്റാഫുകൾ എന്നിവയിൽ എല്ലാം നിഷ്പക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതി ബാർ അസോസിയേഷനിലെ വിടവാങ്ങൽ ചടങ്ങിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ബുൾഡോസർ നീതിക്കെതിരായ വിധി തന്റെ ഭരണകാലത്തെ ഏറ്റവും സുപ്രധാന വിധിയായി വിശേഷിപ്പിച്ചിരുന്നു. തുടർന്ന് സംസ്ഥാനങ്ങൾക്ക് തൊഴിൽ സംവരണത്തിനായുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉപവർഗീകരിക്കാനുള്ള അനുമതി നൽകുന്ന വിധിയെയും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. ബുൾഡോസർ നടപടികൾ നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഒരു കുറ്റാരോപിതനോ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയോ അവിടെ താമസിക്കുന്നതിനാൽ ഒരു വീട് പൊളിച്ചു മാറ്റുന്നത് ശരിയല്ലെന്നും അവരുടെ കുടുംബത്തിന്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകൾ ഉണ്ടെന്നും അതിലെ വ്യത്യാസങ്ങളെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സമത്വം എന്നാൽ എല്ലാവർക്കും ഒരേപോലെ ഉള്ളതാണ്, അല്ലാതെ വെറും ഒരു പരിഗണനയല്ലെന്നും വിശദീകരിച്ചിരുന്നു. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതായി ബന്ധപ്പെട്ട രാഷ്ട്രപതി അയച്ച റഫറൻസിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വദേശി വ്യാഖ്യാനമാണ് താൻ നടത്തിയതെന്നും വിദേശ രാജ്യങ്ങളിലെ കോടതികളിൽ നിന്നുണ്ടായ ഒരു വിധി പോലും ഇതുവരെയും പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സെറിമോണിയൽ ബെഞ്ച് നടക്കുമ്പോൾ അഡ്വക്കേറ്റ് ജയാസുഗിൻ ഒരു പാക്കറ്റ് പൂവ് ഇതളുകളുമായി മുന്നോട്ട് വന്നിരുന്നു. തനിക്കത് ഗവായ്ക്ക് നേരെ എറിയണം എന്നുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഗവായ് ആ ആവശ്യം സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു. ഇതളുകൾ തനിക്കു നേരെ എറിയരുതെന്നും ആവശ്യപ്പെട്ടു. ആ പ്രവർത്തികളെ പ്രോത്സാഹിപ്പിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് പദവിയെ താൻ രാജ്യസേവനത്തിനുള്ള അവസരമായിട്ടാണ് കണ്ടത് എന്നും അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്നപ്പോഴും ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജി ആയപ്പോഴും ഇതേ നിലപാടായിരുന്നു തനിക്കെന്നും അദ്ദേഹം പറഞ്ഞു. 1985 ഈ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ നിയമനത്തിന് മുന്നിൽ ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ ഇന്ന് പരമോന്നത കോടതിയുടെ പദവി ഒഴിയുമ്പോൾ താൻ നീതിയുടെ വിദ്യാർത്ഥിയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് തന്റെ പ്രചോദനമെന്നും ബി ആർ ഗവായ് പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതിനു ശേഷം അടുത്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേര് അദ്ദേഹം കേന്ദ്രത്തിന് ശുപാർശ ചെയ്തിരുന്നു. ചീഫ് ജസ്റ്റിസ് ഗവായ്ക്ക് ശേഷം സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന രണ്ടാമത്തെ ജഡ്ജിയാണ്
ജസ്റ്റിസ് സൂര്യകാന്ത്. നവംബർ 23-ന് ചീഫ് ജസ്റ്റിസ് ഗവായ് വിരമിക്കുന്നതിനെ തുടർന്ന് നവംബർ 24-നാണ് 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേൽക്കാൻ പോകുന്നത്. 2019 മെയ് 24-ന് സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ച ജസ്റ്റിസ് സൂര്യകാന്തിന് 1.5 വർഷത്തിലധികം ചീഫ് ജസ്റ്റിസ് പദവിയിൽ തുടരാം. 2027 ഫെബ്രുവരി 9-നാണ് അദ്ദേഹം വിരമിക്കുക. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എന്നത് 65 വയസ്സാണ്. ചീഫ് ജസ്റ്റിസ് പദവി ഒഴിയുന്നത് ഒരു വ്യക്തിഗത സ്ഥാനമാറ്റം മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയുടെ ഒരു കാലഘട്ടം അവസാനിക്കുന്നതും പുതിയൊരു ദിശ ആരംഭിക്കുന്നതും കൂടിയാണ്. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും കോടതികളുടെ വിശ്വാസ്യത ഉറപ്പാക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് ദീർഘകാലം ആയുസ്സുള്ള സ്വാധീനം ചെലുത്തി എന്നിവയിൽ സംശയമില്ല. ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പല മാറ്റങ്ങളും കഠിനമായ കേസുകളിൽ സ്വീകരിച്ച നിലപാടുകളും വരാനിരിക്കുന്ന തലമുറയിലെ ചീഫ് ജസ്റ്റിസുമാർക്കുള്ള ഒരു മാനദണ്ഡമായി തുടർന്നുകൊണ്ടിരിക്കും. ഓരോ തവണയും രാജ്യം വിട പറയുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു ചിന്താശൈലിയെയും ഒരു നിർണായക നീതിന്യായ കാലഘട്ടത്തെയും കൂടിയാണ്.